ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ വിവ്യൻ റോച്ച്. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിലെ ഒരു ഇടവകമാണ്. ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു അധ്യാപകനാണ്. കാഴ്ചയില്ലാത്ത വ്യക്തിയിൽ നിന്ന് അധ്യാപകന എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ദൈവകൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ആദ്യമേ തന്നെ ഈ നമ്മുടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൽത്താരയിൽ ഈ ബലഹീനരായ ഞങ്ങളെ സാക്ഷ്യം പറയാൻ ഒരവസരം തന്നതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് കോടാനുകോടി നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2025 ജാനുവരി 15 അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ വെറുതെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞു, ഇവിടെ കൃപാസനമുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് പറഞ്ഞു. 15 ജാനുവരി കഴിഞ്ഞ വർഷം 15 വന്ന് പ്രാർത്ഥിച്ച് പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം മമ്മിക്കും എനിക്കൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ അമ്മി എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് മാർച്ച് 9 എടുക്കുന്നത് 2025. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്താ പറയുക പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സുഹൃത്തുക്കളായിട്ട് വളരെ ഒക്കേഷണലായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി മാർച്ച് 9 ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം അതിനെടുക്കണ മുമ്പ് ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് മുതൽ ഈ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങനെ ആ കണ്ടീഷൻസ് എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുന്നത്രത്തോളം പാലിച്ച് മാർച്ച് 9 ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചു വെക്കേഷന് വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ബലഹീനനായ ഒരു വ്യക്തിയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു വെച്ചാൽ എന്നെപ്പോലത്തെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായിട്ടുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ജീന ടീച്ചർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ ജീന ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ടീച്ചർ വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഉടമ്പടിക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉടമ്പടി ക്ലാസ് കൂടുന്ന സമയത്ത് അവിടെ എന്നെ സ്റ്റെപ്സ് കയറി കൊണ്ടുപോലും എല്ലാ കാര്യങ്ങളും ടീച്ചറാണ് ചെയ്തത്. അങ്ങനെ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 6 നിയമങ്ങൾ എല്ലാവരും ഇരുന്ന പോലെ എഴുതി. അങ്ങനെ ഉടമ്പടിയിലായിരുന്നു. പത്രങ്ങൾ ഞാൻ കൊടുത്തു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹം, ഞാൻ 3 വർഷമായിട്ട് 3 പ്രാവശ്യം സെറ്റ് എഴുതി. പക്ഷേ സെറ്റ് പരീക്ഷ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് 2026 അതായത് ഈ കഴിഞ്ഞ 2026 ഞാൻ സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ പുതുക്കുന്ന സമയത്ത് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛനെ എനിക്ക് കാശ് രൂപം തന്നു. അത് കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 2 ആഴ്ചത്തെ ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല എങ്ങനെ എനിക്ക് ലഭിക്കാൻ ഞാൻ പാസ്സാവുമോ എന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 22 സെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ് വളരെ ടെൻഷനോടെ.
പക്ഷേ എനിക്കുള്ളൊരു ബലം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. എൻ്റെ അമ്മ അത് എൻ്റെ ഈശോയിൽ നിന്ന് സാധിച്ചിരുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ 2 പേപ്പറുണ്ട്. ആദ്യത്തെ പേപ്പർ കാലത്തും പേപ്പർ 2 ഉച്ചയ്ക്കുമാണ്. അപ്പോൾ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സ്ക്രൈബ് ഉണ്ടാവും. പരീക്ഷ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതി തരാനായിട്ടൊരു സ്ക്രൈബ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ സ്ക്രൈബിനോട് പറഞ്ഞു, മോനെ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് എന്നോട് പേപ്പർ കിട്ടുന്ന സമയത്ത് ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് എന്നോടൊന്ന് പറയണം. അപ്പം ഞാൻ പരീക്ഷ തുടങ്ങുന്ന മുമ്പ് വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഹാളിലേക്ക് കയറിയാണ് വിശ്വാസപ്രമാണം ചൊല്ലി. ആ വിശുദ്ധ തൈലം എടുത്ത് ആൻസർ ഷീറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതും അത് അച്ഛനെപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തിരുവചനമാണ് റോമ 10:9. അത് ഞാൻ എൻ്റെ കുടുംബത്തിലും എല്ലാവരോടും ആവർത്തിച്ച് അവരെല്ലാ ദിവസവും ചെല്ലുന്ന ഒരു വചനമാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ 2 സെഷനിലും 2 പേപ്പറിലും ഞാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പേപ്പറിൽ കുരിശ് വരച്ച്, മാതാവേ ഇത് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഇത് കർത്താവിന് കൊടുത്തിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റുന്ന മാർക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സെറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു, താൽക്കാലിക ആൻസർ കീ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് അത് കൂട്ടി നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട മാർക്ക് 96 മാർക്കാണ്. പക്ഷേ എനിക്ക് ആ പ്രൊവിഷണൽ ആൻസർ കീ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ മാർക്ക് വെറും 93 മാർക്കാണുള്ളത്. 3 മാർക്ക് വേണം പാസ്സാവാൻ. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു, എനിക്ക് ഇനി അത് ഞാൻ അതിനുമുമ്പ് മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവിനറിയാലോ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർക്ക്, ഞാൻ സെറ്റ് പരീക്ഷ എഴുതാൻ പോയ സമയത്ത് എനിക്ക് സ്ക്രൈബായിട്ട് ഒരു വ്യക്തി വേണം, എന്നെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും വേറൊരു വ്യക്തി വേണം. അങ്ങനെ 2 പേരും ഓരോ സെറ്റ് പരീക്ഷ എൻ്റെ കൂടെ വരിക. അവർ വളരെ ബുദ്ധിമുട്ടിട്ടും. അപ്പോൾ കർത്താവ് അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാമെന്ന്. അപ്പം ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ 3 മാർക്കിന് അവിടെ പോയെന്ന് വിചാരിച്ചെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ദിവസം റിസൾട്ട് വരണമേ എന്ന്. അങ്ങനെ ദിവസം കടന്നുപോയി. ഞാനൊരു ദിവസം ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്ന് രാത്രി ഫോൺ നോക്കുമ്പോഴേക്കും എൻ്റെ മെൻറ്റർ, ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ കോച്ചിങ്ങിന് പോയിരുന്നു, എൻ്റെ മെൻറ്റർ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, റിസൾട്ട് ഔട്ടായിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ടെൻഷനും കൊണ്ട് നോക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥനയിൽ ആയിരുന്നു. എൻ്റെ വൈഫ് നോക്കി 2:30 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്താണോ എനിക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക്, ആ മാർക്ക് നൽകി എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു എനിക്ക് അധികം മാർക്ക് വേണ്ട, കാരണം അധികം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് എനിക്ക് എന്താണോ ആവശ്യം ആ മാർക്ക് എനിക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുകയാണ്. ഇനി ഈ വിജയത്തിൻ്റെ വലിപ്പം അറിയുന്നെങ്കിൽ ഈ പ്രാവശ്യം സെറ്റിൻ്റെ വിജയ ശതമാനം 15%. അതിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ എനിക്കറിയാൻ സാധിച്ചത് 7%. ആ 7%-ൽ വെറും നിസ്സാരനായ എന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം വഴി എൻ്റെ ഈശോ ഉയർത്തി. അതിന് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ 2013 MBA പാസ്ഔട്ടായി. ഞാൻ ആ MBA പാസ്സാവുന്നത്, ഞാൻ 2005 MBAയുടെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലൈൻഡ് ആയതുകൊണ്ട് സ്വയമേ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് സ്ക്രൈബിന് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് അത് ലഭിച്ചില്ല. ഞാൻ അവസാനം മമ്മിയായിട്ട് യൂണിവേഴ്സിറ്റി പോയി
അവരോട് വളരെ ദയനീയമായി സംസാരിച്ചു. ഒന്ന് ഇത് പാസ്സാക്കി തരണേ, ഒരു സ്ക്രൈബിന് തരണേന്ന് പറഞ്ഞു. പക്ഷേ അവർ കട്ടാൻ റൈറ്റായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, 80% മേലെ കാഴ്ചക്കുറവുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ തരാൻ പറ്റുള്ളൂ. സാധാരണ 40% 40% ഉണ്ടായ ആൾക്കാർക്ക് സ്ക്രൈബിന് ലഭിക്കുന്നതാണ്. എനിക്ക് അതുവരെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഞാൻ പരീക്ഷ എഴുതി. ദൈവത്തിൻ്റെ അറിയാലോ, ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തി. MBAക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനെന്ന മനുഷ്യന് എനിക്ക് ഒരിക്കലും വിചാരിച്ച് നടക്കാൻ പറ്റാത്ത സംഭവമാണ്. അവിടെയും ദൈവം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ അവിടെ വിജയിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. വർഷം കടന്നുപോയി 12 വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത് ആ പഴയ ആൾക്കാരെ തന്നെയായിരിക്കില്ലേ. ഉറപ്പായിട്ടും 12 വർഷം കഴിഞ്ഞാൽ അവർ മുടക്കം പറയും. എന്തുകൊണ്ട് അപേക്ഷിച്ചില്ല, ഇനിയിപ്പോൾ തരാൻ പറ്റൂല, അങ്ങനെ വല്ലതും മുടക്കം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു ബലം എന്ന് പറയുന്നത്, എൻ്റെ അമ്മ മാതാവ് വഴി ഞാൻ ഈശോയിൽ ചെയ്ത ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒരു മിസ്സിംഗ് ആണ്. അപ്പം ഞാനിത് കോണ്ടാക്ട് ചെയ്ത സമയത്ത്, ആ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ സാറ് പറഞ്ഞത്, ഞാൻ വളരെ പേടിച്ചിട്ടാണ് വിളിക്കുന്നത്, എന്തായിരിക്കും റെസ്പോൺസ് എന്നറിയാൻ. പക്ഷേ ആ സാറ് വളരെ മൈൽഡായിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് തന്നാൽ മതി. അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ അവിടെ നമ്മുടെ ഭാരം ലഘൂകരിച്ച് തന്നു. ഒരിക്കലും ഞാൻ വളരെ പ്രയാസം നേരിടുമെന്ന് കരുതിയ ആ ഒരു സർട്ടിഫിക്കറ്റ്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വരികയും മാർക്ക് ലിസ്റ്റ് പെട്ടെന്ന് വരികയും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അപേക്ഷിച്ച് അത് പെട്ടെന്ന് വരികയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഈശോയിലൂടെ മാതാവ് എനിക്ക് തന്നു. അതിനും ഞാൻ എൻ്റെ ഈശോയോടും കൃപാസന മാതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്താണ്. ഇനി മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ആദ്യ തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതിയ സമയത്ത്, ഡ്രൈവിംഗ് ടെസ്റ്റ് പങ്കെടുക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. പിന്നെ 4 വീലറിൻ്റെ ലൈസൻസ് കിട്ടിയില്ല, ടെസ്റ്റ് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് വന്ന് വീണ്ടും ട്രെയിനിങ് എടുത്തു, ഡേറ്റ് എടുത്തു. ടെസ്റ്റിന് പോകുന്ന സമയത്ത് മുമ്പ് ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചു. ഒപ്പം വിശുദ്ധ ഉപ്പ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു പ്രയാസം കൂടാതെ വൈഫ് 4 വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെ മാതാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. ഇനി എൻ്റെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ മകനെക്കുറിച്ചാണ്. എൻ്റെ 2ാമത്തെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ തൊട്ടടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ആ സ്കൂളിനൊരു 102 വർഷം പഴക്കമുണ്ട്. ആ 102 വർഷം പഴക്കമുള്ള സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം വേറെ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ കുറേ കുട്ടികൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. ആകെ 2 തവണ മാത്രമാണ് ആ സ്കൂളിൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വർഷം എൻ്റെ മോൻ ഉൾപ്പെട്ട റിലേ ടീമിന് സെക്കൻഡ് ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ മോൻ പങ്കെടുക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടുകയും കയ്യിലും കാലിലും പുരട്ടുകയും തേനും ഉപ്പും നൽകി അവന് വിടുകയും ചെയ്തു. ഇതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. ഇനി ഇതിനേക്കാൾ ഉപരി ഇതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ്, എല്ലാവർക്കും ഇവിടെ എന്താ പറയുക, സുഗന്ധാഭിഷേകവും എല്ലാം കിട്ടുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന്.
പക്ഷേ എനിക്ക് ലഭിക്കാറില്ല. ഞാനിങ്ങനെ മൂക്കൊക്കെ തുറന്നിരിക്കും, എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എനിക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പക്ഷേ ഞാൻ ഈ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായന തുടങ്ങിയ സമയത്ത് പഴയ നിയമത്തിൽ ലേവ്യയുടെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത്, ഞാനൊരു ബലഹീനനായ മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ, അത് വായിക്കുന്ന സമയത്ത് എനിക്ക് ബലഹീനമായൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ഒരുപാട് കോംപ്ലക്സ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സാക്ഷ്യ കൂടാരത്തിൽ സ്പർശിക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ച കുറച്ച് വിഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന ഓഡിയോ ബൈബിളാണ്, ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ വളരെ ഷോക്ക്ഡായി. ദൈവമേ, ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ആളുകളാണോ? ആ വിഷമം അതൊരു വലിയ നോമ്പ് സമയത്താണ്. ആ വിഷമം എനിക്ക് മാറ്റിത്തരികയുണ്ടായിരുന്നു. അതായത് ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും പെസഹ വ്യാഴാഴ്ച കാലുകൾ ശുശ്രൂഷയിൽ അച്ഛൻ അന്ന് തിരഞ്ഞെടുത്തത് 12 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ 1ാമത്തെ പുതുക്കൽ വന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, കർത്താവ് മാത്രമല്ലടാ നിൻ്റെ കൂടെ ഉള്ളത്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് 1ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവിനും കിട്ടി. അപ്പോൾ എൻ്റെ സംശയത്തിന് അവിടെ നല്ല ആൻസറും കിട്ടി. എനിക്ക് ഇത് മതി, വേറെ സുഗന്ധാഭിഷേകം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ അഭിഷേകം മാത്രം മതി. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടിയിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് പ്രസൻസാണ്. ആ പ്രസൻസ് എനിക്ക് ഈ അനുഭവത്തോടെ ലഭിച്ചു. അതിന് ഒത്തിരി ഞാൻ ദൈവത്തോടും എൻ്റെ അമ്മയോടും നന്ദി പറയുകയാണ്. ഇനി ഉടമ്പടിയിൽ ആവുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, വ്യക്തിപരമായി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. പക്ഷേ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്ഥിരത പാലിച്ചിരുന്നില്ല. കുറേ നാളായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കൊറോണ വന്ന ശേഷം ദിവ്യബലിയും ആകെ താറുമാറായി. ഇതെടുത്ത ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മിസ്സായിട്ടില്ല. പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന ചെറുപ്പമായ സമയത്ത്, കുട്ടിയായ സമയത്തൊക്കെ മുട്ടൂത്തിയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ വലുതായ സമയത്ത് ആ മുട്ടുകുത്തൽ മാറി പിന്നെ കസേലിരുന്നായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കിടന്ന് പ്രാർത്ഥിക്കുന്നതും മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നതിലും പല അനുഭവങ്ങളുണ്ടെന്ന്. എനിക്കത് എന്നിൽ തിരിച്ചറിവുണ്ടാക്കി. ഞാൻ അതിനുശേഷം കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തിയാണ് ചെല്ലുന്നത് എല്ലാ ദിവസവും. പിന്നെ ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് പള്ളിയുള്ളത്. എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റാതില്ല, ഞായറാഴ്ച പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പ്രാവശ്യം ഇതിനു മുമ്പത്തെ ഉടമ്പടി, അതായത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു. അതായത് എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് ദൈവമായിട്ട് ഒരവസരം തന്നു. ഞങ്ങൾക്ക് കുടുംബത്തോടെ എല്ലാ ഞായറാഴ്ചയും പോകാനായിട്ട് വളരെ ക്ഷമയോടെ ഞങ്ങളെ കൊണ്ടുവരാനും ഒരാളെ ദൈവം ഏർപ്പെടുത്തി തരികയും ചെയ്തു. അതിനും ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ചെറിയ കുറച്ച് കാഴ്ച കുറവുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ളൊക്കെ ഒരു ശേഷി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ സ്വയമേ ദിവ്യകാരണം സ്വീകരിക്കാനായിട്ട് പോകുമായിരുന്നു, ആരുടെയും സഹായമില്ലാതെ. പക്ഷേ എനിക്കിപ്പോൾ കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്കൊരാളുടെ ഹെൽപ്പ് വേണം. അപ്പം ഞാൻ ഈ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ
കയ്യും ഒരാളുടെ കയ്യും പിടിച്ചിങ്ങനെ തപ്പി നടക്കുന്ന നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ എടുത്ത ശേഷം അങ്ങനെ ഒരു പ്രയാസമില്ല. എനിക്ക് വളരെ സന്തോഷമായിട്ട് എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ദൈവം അവസരം തരുന്നുണ്ട്. എനിക്ക് 41 വയസ്സായി. ഞാൻ 40 വർഷവും ഒരു ഉപവാസമോ വലിയ നോമ്പോ അല്ലെങ്കിൽ ചെറിയ നോമ്പോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം നോമ്പെടുക്കും, എന്തെങ്കിലും നോൺ വെജ് കാണുമ്പോൾ അവിടെ തീർന്നു, പിന്നെ എൻ്റെ എൻ്റെ നോമ്പ് തീർന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കുകയാണ് എനിക്ക് ഇത് എടുക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചത്. ഞാൻ അതിനുശേഷം കഴിഞ്ഞ വർഷം തൊട്ട് ഒരു ഉപവാസം പോലും ഞാൻ മുടക്കിയിട്ടില്ല, ഒരു നോമ്പും മുടക്കിയിട്ടില്ല. ഞാൻ പിന്നെ അച്ഛൻ പറയുന്ന പോലെ ആഴ്ചയിൽ ഉപവസിക്കും, സാധ്യമെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും. അപ്പോൾ ചില ഉപവാസങ്ങൾ ഞാൻ പൊതുവായ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കും. അവർക്ക് എന്തെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാഴ്ചവെക്കും. പിന്നെ ദൈവം ദാനമായി തന്ന ജോലിയാണിത്. ദൈവം ദാനമായി തന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ അംശം ദൈവം എനിക്ക് വഴിയൊരുക്കി തരുന്നുണ്ട്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാനൊരു മാധ്യമം മാത്രമാണ്. ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ ദൈവം തന്ന ദാനത്തിൽ നിന്നും ഒരു അംശം ഞാൻ കൊടുക്കുന്നു. ഞങ്ങളുടെ കോഴിക്കോട് ഒരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അപ്പന്മാരെയും അമ്മമാരെയും പോയി കാണും, പ്രായമുള്ള ആൾക്കാർ. അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? നമ്മളവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആൾ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും, എന്താ പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ അവരെന്തുകൊണ്ട് നിങ്ങളെന്താ വരാത്തതെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ പോയ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് ഒരാൾ ഓടി വന്ന് ഞങ്ങളെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വരെ ചെയ്തു, വളരെ സന്തോഷത്തോടെ. അതൊക്കെ ആ ഒരു കാര്യത്തിൽ, ആ ഒരു പുണ്യപ്രവൃത്തിയെ എന്നെ യോഗ്യനാക്കിയ, എന്നെ ഒരുക്കിയ എൻ്റെ ദൈവത്തോടും അമ്മാതാവിനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇതിൽ കൂടെ ഒരു സാക്ഷ്യം ഒരു അനുഭവം പറയാൻ വിട്ടുപോയി. എൻ്റെ മമ്മിക്ക് വളരെ കടുത്ത ഒരു പനിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വസ്ത്രമണം ചൊല്ലി നാവിൽ വെച്ചു. സെക്കൻഡിനുള്ളിൽ പനി പോയി. മമ്മി പറഞ്ഞത് എന്തത്ഭുതമാണ്, പെട്ടെന്ന് പനി പോയി. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് അത് നിസ്സാരമായി തോന്നും. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഓരോ സാക്ഷ്യവും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് മാത്രമല്ല, അപ്ഗ്രേഡും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു ചേച്ചിയുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായ സമയത്ത് വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിച്ച ശേഷം ആ പാമ്പിൻ്റെ ശല്യം മാറിയെന്ന് ചേച്ചി അവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി ഒരു പറത്തവള എന്ന് ഞങ്ങളോട് പറയുന്നത്, അത് കയറിയപ്പോൾ അത് ഓടിക്കാനായിട്ട് എനിക്കും ബാക്കി ആർക്കൊന്നും സാധിക്കുന്നില്ല. എവിടെ പോയെന്ന് എവിടെയും കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്നു, അമ്മ മാതാവിൻ്റെ ആ വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിക്കാമെന്ന്. ഞാൻ പ്രയോഗിച്ചു കൊണ്ട് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ തവള ഏതിലൂടെയാണ് കയറിയത്, അതിലൂടെ തന്നെ അമ്മ ഒന്ന് പുറത്താക്കണേ. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നെ അങ്ങനെ ഒരു ശല്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ എളിയ സാക്ഷ്യം ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം തിരുവചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ശിമയോൻ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് നൽകിയ വലിയ ഒരു പ്രവചനമായിരുന്നു അത്. എൻ്റെ കണ്ണുകൾ ഈ രക്ഷ കണ്ടുകഴിഞ്ഞു. ശിമയോനെ വളരെ കാലമായി യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ കാണുമെന്ന് ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്ത, പ്രവാചകന്മാരുടെ വാഗ്ദാനം ചെയ്ത രക്ഷ കാണുന്നതുവരെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോവുകയില്ല എന്ന ഒരു പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുവിശേഷത്തിലെ ശിമയോൻ. അദ്ദേഹം ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ഒരു വലിയ പ്രവചനം ചെയ്തത്.
ഇന്നിവിടെ സെബാസ്റ്റ്യൻ എന്ന സർ ഇവിടെ വന്ന് വലിയ ഒരു ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. കണ്ണുള്ള നമുക്കെല്ലാവർക്കും പറയുവാനും ചെയ്യുവാനും സാധിക്കാത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അദ്ദേഹത്തിന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. അന്ധനായൊരു മനുഷ്യനെ ഈശോ കണ്ണുകളിൽ ചെളി പുരട്ടി നീ സിലോഹാക്കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ നീ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനുഷ്യരെയെല്ലാം മരങ്ങളെ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഴ്ചകൾ വ്യക്തമാകുവാനുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി കൂടിയാണ് ഈ ഉടമ്പടി എന്ന് ഇന്ന് സെബാസ്റ്റ്യൻ സാർ നമ്മളോട് ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെയധികം തനിക്ക് യോഗ്യതയില്ല എന്ന് കരുതിയ എല്ലാ കാര്യങ്ങൾക്കും കൃപ നൽകി വിജയം നൽകിയ വലിയ വലിയ സാക്ഷ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സെറ്റ് എക്സാം 4ാമത്തെ തവണ പാസ്സായത് ഉടമ്പടിയെടുത്തതിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് MBA സർട്ടിഫിക്കറ്റ് യാതൊരു തരത്തിലുള്ള തടസ്സവും കൂടാതെ അദ്ദേഹത്തിന് വളരെ എല്ലാവരും റിജക്റ്റ് ചെയ്ത ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും ചെന്നപ്പോൾ വളരെ സൗമ്യമായി അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് പ്രാപിച്ചെടുത്തത്. വൈഫിനെ മോണ്ടിസോറി എക്സാം പാസ്സാകുവാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 4 വീലറിന് ഡ്രൈവിംഗ് ലൈസൻസ് 2ാമത്തെ തവണ അദ്ദേഹം തന്നെ വൈഫിന് വിശുദ്ധ ഉപ്പ് ഉടമ്പടി ഉപ്പ് കൊടുത്തുവിട്ടു. കൃത്യമായി പ്രാർത്ഥിച്ച് വിതറി നീ പരീക്ഷയിൽ പങ്കെടുക്കണം. മകൾക്കും വൈഫിനും വലിയ ഒരു വിജയമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ചത്. മകൻ പഠിക്കുന്നത് 1ാം ക്ലാസ്സിൽ 102 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിലാണ്. ആകെ 2 വിജയങ്ങളെ അവിടെ കായികമേളയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഈ ഡിസ്ട്രിക്റ്റ് ലെവലുള്ള ഒരു വലിയ വിജയമാണ് ഈ കുഞ്ഞുമാന് നൽകിയിരിക്കുന്നത്. അങ്ങനെ എവിടെയെല്ലാം മകനെ അതിനും ഒരുക്കമായി ഉടമ്പടി തൈലം പൂശി ഉപ്പ് കഴിക്കാൻ കൊടുത്തുകൊണ്ടാണ് മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്, കോമ്പറ്റീഷന് പറഞ്ഞു വിട്ടത്. എപ്പോഴും വലിയ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തൻ്റെ ഒരു ചെറിയ ബലഹീനത എടുത്തു മാറ്റണമേ എന്നുള്ള ഒരു ഉൾക്കാഴ്ച നൽകണമേ എന്നുള്ള പ്രാർത്ഥന പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ സ്പർശനം ലഭിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹവും അഭിഷേകവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എല്ലാറ്റിലുമുപരി ഇതൊരു ജീവിതക്രമമായി അദ്ദേഹം ഇന്ന് കുടുംബവും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തിരുസഭയുടെ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വചനം വായിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ഇവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ എല്ലാ പ്രബോധനങ്ങളും ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ചകളിലാണ്. അച്ഛൻ അതുകൊണ്ടാണ് പ്രബോധനങ്ങൾ കൃത്യമായി കേൾക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നിത്യതയെ പ്രാപിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം അച്ഛൻ ചെയ്യുന്നത്. ഉടമ്പടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയായിട്ടാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സെബാസ്റ്റ്യൻ സാറിന് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയാണ്. നമ്മെ എല്ലാവരെയും ഉണർവിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തെ ചെക്ക് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയായി ഒരു പ്രേരണയായി നമുക്കിതിനെ സ്വീകരിക്കാം. സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ സെബാസ്റ്റ്യനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മയുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ജീന ടീച്ചറിനെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.